കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എക്സസൈസ് നിങ്ങളെല്ലാം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ബഞ്ച് ഓഫ് പ്രൂഫ് അല്ലേ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി നമ്മൾ പറയുന്നതിനുള്ള നമ്മുടെ ഹാപ്പിനെസ്സിനുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ ചാനൽ ഷെയർ ചെയ്യുക. പണ്ട് കുറച്ച് റിസർച്ചേഴ്സ് ഒരു എക്സസൈസ് നടത്തുകയുണ്ടായി. അവർ കുറേ ആൾക്കാരെ 3 ഭാഗിച്ചു. ആ 3 പേരിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്ക് ആയിട്ട് കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു 5 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച താങ്ക്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ള 5 കാര്യങ്ങൾ എഴുതി വെക്കുക. അതൊരു 10 ആഴ്ചത്തേക്ക് കണ്ടിന്യൂ ചെയ്യണം. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത, എന്ന് വെച്ചാൽ എഴുതുന്നതിന് തൊട്ട് തലേ ആഴ്ച ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വെല്ലുവിളി നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്ത 5 കാര്യങ്ങൾ എഴുതി വെക്കുക 10 ആഴ്ചത്തേക്ക്. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കുക 10 ആഴ്ചത്തേക്ക്. ഈ സെയിം ടാസ്ക് 10 ആഴ്ചത്തേക്ക് എഴുതണം. ഈ 3 പേർക്കും ആദ്യത്തെ ആൾക്കാർക്ക് കഴിഞ്ഞ ആഴ്ച ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ താങ്ക്ഫുൾ ആയിട്ടുള്ളത്, രണ്ടാമത്തെ ആൾക്ക് ചലഞ്ചസ്, മൂന്നാമത്തെ സെറ്റ് ഓഫ് ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നുമില്ലാതെ. ഇതെല്ലാം കഴിഞ്ഞ് 10 ആഴ്ച കഴിഞ്ഞിട്ട് ഇവരുടെ എന്തുമാത്രം ഇവർ ഹാപ്പിയാണെന്ന് മെഷർ ചെയ്തു. ഒരുപാട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്ത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത് അല്ലെങ്കിൽ ആ ഒരു ഞാൻ എന്തിനൊക്കെ താങ്ക്ഫുൾ ആണ് എന്ന് എഴുതിയ ആൾക്കാർ 25% ഹാപ്പിയർ ആയിരുന്നു. ബാക്കിയുള്ള 2 ഗ്രൂപ്പിനെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് 25% സന്തോഷം കൂടുതലായിരുന്നു. ഈ സിമ്പിൾ ടാസ്ക്, ആ ഒരു 5 കാര്യങ്ങൾ 10 ആഴ്ചത്തേക്ക് എഴുതിയത് അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു, സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അവരുടെ ഹാപ്പിനെസ് ഒരുപാട് കൂടി. ഹാപ്പിനെസ് മാത്രമല്ല, അവരുടെ ജീവിത കാഴ്ചപ്പാട് മാറി. അവർ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക്കായി. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ടെൻഷനൊന്നും ഇല്ലാതായി. എക്സ്പീരിയൻസ് ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ എക്സസൈസിൽ തന്നെ അവർ കൂടുതൽ പ്രൊആക്റ്റീവായിട്ട് പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പറയാതെ തന്നെ നേരത്തെ എഴുന്നേറ്റ് പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആകുന്നത് എന്തെന്നാ, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ആ ഒരു നന്ദി കൊടുക്കുന്ന ആ ഒരു മനോഭാവം, അതായത് ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ താങ്ക്ഫുൾ ആണ് എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിൽ നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, നമുക്ക് ആ ഉള്ള കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ വേ ആയിരിക്കും നമുക്കൊരു ഹാപ്പിനെസ്സും ഫുൾഫിൽമെൻറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു വാണിംഗ് ഉണ്ട്, ഈ എക്സസൈസ് നമ്മളെങ്കിൽ കൂടുതൽ ഹാപ്പി ആകുമെന്ന് ധരിച്ചിട്ട് 10 മിനിറ്റ് ഇടവിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഫയർ ചെയ്യുന്നത്. കാരണം നമ്മളത് ഒരുപാട് സന്തോഷം വേണമെന്ന് അത്യാഗ്രഹം നടത്തുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത്യാഗ്രഹം വേണ്ട. നമ്മൾ അന്നേരം നമുക്ക് എന്താ സംഭവിക്കും, നമുക്ക് കൂടുതൽ ടെൻഷനാകും. എന്താണ് പുതിയത് എന്താ എഴുതാനുള്ളതെന്ന് ഓർത്ത് നമ്മൾ കൂടുതൽ കിടന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒത്തിരി ഇൻക്രീസ് ഫ്രീക്വൻസി ഒന്നും വേണ്ട, നമ്മുടെ കാര്യമെല്ലാം ടർമുകളിലാക്കും. ഒരു 10 കാര്യങ്ങളൊക്കെ വെച്ച് ഡീൽ ചെയ്യുമ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ ധാരാളമാണ്. ഇത് എക്സൈറ്റിംഗ് ആണ്, നമുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് ആണെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ക്യാരിയുടെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കെയർഫുൾ, കാഷ്വലായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സസൈസ് നിങ്ങൾ ചെയ്യുമല്ലോ. Until we meet next time with another video, stay happy, keep smiling, bye bye.